Hi, next topic is spherical coordinates. നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് പഠിച്ചു, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. എന്ത് ചെയ്യണം? എക്സിന് പകരം റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈക്ക് പകരം റോ സൈൻ ഫൈ സൈൻ തീറ്റ, ഇസഡ് ഈക്വൽ ടു റോ കോസ് ഫൈ. ഇനി ഡി വി എന്ന് പറയുന്നത് ഡി ഇസഡ് ഡി വൈ ഡി എക്സ് ആണ്. അതിന് പകരം റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഇത്രയും കൊടുത്ത് ചെയ്യണം. സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ചോദിച്ചാൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇന്റഗ്രൽ എന്താവും? ട്രിപ്പിൾ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി വി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ എക്സിന് പകരം റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈക്ക് പകരം റോ സൈൻ ഫൈ സൈൻ തീറ്റ, ഇസഡിന് പകരം റോ കോസ് ഫൈ, ഡി വിക്ക് പകരം റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഇത് ബേസ് ചെയ്ത് 3 പ്രോബ്ലം ചെയ്യാനുണ്ട്. നമുക്ക് ഓരോ പ്രോബ്ലം ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യൂസ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ടു ഇവാലുവേറ്റ്. എന്തൊക്കെ ചെയ്യണം? എക്സിന് പകരം റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈക്ക് പകരം റോ സൈൻ ഫൈ സൈൻ തീറ്റ, ഇസഡിന് റോ കോസ് ഫൈ. എന്നിട്ട് ഡി വിക്ക് പകരം, അതായത് ഡി ഇസഡ് ഡി വൈ ഡി എക്സിന് പകരം റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഇവിടുത്തെ റേഡിയസ് റോയാണ്. എന്താണ്? നമ്മുടെ ലിമിറ്റ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഇസഡ് ഈക്വൽ ടു 0, പിന്നെ എന്താണ്? ഇസഡ് ഈക്വൽ ടു റൂട്ട് 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ്. എന്ന് പറയുമ്പോൾ ഇസഡ് സ്ക്വയർ എന്താണ്? 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 4 എന്നാണ്. ഇതെന്താണ്? 0 0 0 സെന്റർ ആയിട്ട് വരുന്ന ഒരു സ്പിയർ ആണ് വിത്ത് റേഡിയസ് 2 റേഡിയസും 0 0 0 ഒറിജിൻ സെന്ററുമായിട്ട് വരുന്ന ഒരു സ്പിയർ എന്ന് പറഞ്ഞ ഗോളാണ്. അതിനെന്ത് ചെയ്യുന്നു? ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പ്ലെയിൻ കട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? ഒരു ഹെമിസ്ഫിയർ ആണ്, ഒരു അർദ്ധഗോളം. ഹെമിസ്ഫിയർ ഒരു ഹെമിസ്ഫിയർ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നെഗറ്റീവ് റൂട്ട് 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ടു റൂട്ട് 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെങ്കിൽ അതൊരു സ്ഫിയർ കംപ്ലീറ്റ് ആയിട്ട് വരുമായിരുന്നു. ഇവിടെ എന്താണ്? ഇസഡ് ഈക്വൽ ടു 0യും ഇസഡ് ഈക്വൽ ടു ഇതും അല്ലേ? അപ്പൊ ഇസഡ് ഈക്വൽ ടു 0യും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 4 കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഹെമിസ്ഫിയർ മാത്രമേ വരുന്നുള്ളൂ. ഇനി എന്താണ്? ഹെമിസ്ഫിയറിന്റെ ആ ബേസ് എന്താണ് വരുന്നത്? ബേസ് സർക്കിൾ അല്ലേ? നമുക്ക് ഇസഡിന് 0 കൊടുത്താൽ മതി. ഇസഡിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? പുട്ട് ഇസഡ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴത്തേക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. അതായത് ആ ബേസ് ആയിട്ട് വരുന്ന ഒരു സർക്കിളാണ്. 0 0 സെന്ററും 2 റേഡിയസും ഉള്ള സർക്കിളാണ് എന്റെ ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ എന്താണ് കൊടുക്കുന്നത്? എക്സിന് പകരം വൈക്ക് പകരം ഇസഡിന് ഓരോ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ലിമിറ്റ് എന്തിനൊക്കെ വേണം? റോയ്ക്കും ഫൈവിനും തീറ്റയ്ക്കും വേണം അല്ലേ? റോ എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. റോ റേഡിയസ് ആണ്. എന്താണ്? 0 0 സെന്ററും 2 റേഡിയസും. അപ്പൊ റോ എന്ന് പറഞ്ഞാൽ 0 to 2 ആണ്. റോ 0 to 2 ആണ്. തീറ്റ എന്താണ്? തീറ്റ സാധാ ഒരു സർക്കിൾ ആണ്. ഫുൾ സർക്കിൾ റൗണ്ട് ചെയ്ത് വരുമ്പോൾ എന്താണ്? 0 to 2 പൈ അല്ലേ? ഒറിജിൻ 0 0 0 സെന്റർ ആയിട്ട് വരുന്ന സർക്കിൾ ആണ്. അതപ്പോൾ ഫുൾ സർക്കിൾ റൗണ്ട് ചെയ്ത് വരുമ്പോൾ എന്താണ്? 0 to 2 പൈ വരും. അതെങ്ങനെയല്ലേ വരുന്നത്? 0 0 0 സെന്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിൾ വരുമ്പോഴത്തേക്ക് ഇവിടെ 0 0 മുതൽ 2 പൈ വരെ വരും അല്ലേ? ഫുൾ സർക്കിൾ ആണ്. പക്ഷെ ഈ സെന്റർ 0 0 0 ആണ്. അതുകൊണ്ട് 0 to 2 പൈ എന്താണ്? തീറ്റയ്ക്കാണ്. തീറ്റ വേരീസ് ഫ്രം 0 to 2 പൈ. ഇത്രയും ആ സർക്കിളിന്റെ ഇതിലെടുത്തു. ഇനി ഈ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരു ഹെമിസ്ഫിയർ ആയതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കുക, ഫൈ വേരീസ് ഫ്രം 0 to പൈ ബൈ 2. ഇതൊന്ന് ഓർത്തിരിക്കുക. ഹെമിസ്ഫിയർ ആയതുകൊണ്ട് ഫൈ വേരീസ് ഫ്രം 0 to പൈ ബൈ 2. ഇത് നമുക്ക് സാധാരണ ലിമിറ്റ് കൊടുത്ത് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ബൈഹാർട്ടായി പറ്റുന്നാൽ മതി. ഫൈ വേരീസ് ഫ്രം 0 to പൈ ബൈ 2. ഇനി ഒരു സ്പിയർ മൊത്തം വരെയാണെങ്കിൽ ഫൈ വേരീസ് ഫ്രം 0 to പൈ ആണ്. ഒരു കോണാണ് വരുന്നതെങ്കിൽ ഫൈ വേരീസ് ഫ്രം 0 to പൈ ബൈ 4. ഇത് മൂന്നൊന്ന് ബൈഹാർട്ട് ആക്കിയിരിക്കുക. അപ്പൊ എന്താണ്? ഇവിടെ വരുന്നത് ഹെമിസ്ഫിയർ ആണ്. അപ്പൊ ഫൈ വേരീസ് ഫ്രം 0 to പൈ ബൈ 2. അപ്പൊ ലിമിറ്റ് എല്ലാം കിട്ടി കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് ലെങ്തി ആയിട്ട് വരും കേട്ടോ. കാരണം ഇതൊക്കെ ചെയ്ത് വരുന്നില്ല. അപ്പൊ ഒന്ന് ലെങ്തി ആയിട്ട് വരും. അപ്പൊ ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണേ.
അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ. ഈ ലിമിറ്റ് ഒക്കെ നമുക്ക് മാറും. ഇസഡ് സ്ക്വയർ എന്താണ്? ഇസഡ് എന്ന് പറയുന്നത് റോ കോസ് 5 ആണ്. അപ്പൊ ഇസഡ് സ്ക്വയർ റോ സ്ക്വയർ കോസ് സ്ക്വയർ 5 റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് റോ സ്ക്വയർ സൈൻ സ്ക്വയർ 5 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് വൈ സ്ക്വയർ എന്താണ്? വൈ സ്ക്വയർ റോ സ്ക്വയർ സൈൻ സ്ക്വയർ 5 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇസഡ് സ്ക്വയർ എന്താണ്? റോ സ്ക്വയർ കോസ് സ്ക്വയർ 5 റൂട്ട് കഴിഞ്ഞു. പിന്നെ ഡി ഇസഡ് ഡി വൈ ഡി എക്സിന് പകരം റോ സ്ക്വയർ സൈൻ 5 ഡി റോ ഡി 5 ഡി തീറ്റ. ഇനി ഈ ലിമിറ്റും കൂടെ കൊടുക്കണം. തീറ്റയല്ലേ ഏറ്റവും ഔട്ടർ. അപ്പൊ തീറ്റയുടെ 0 to 2π ആണ് ഏറ്റവും വെളിയിൽ. മിഡിലായിട്ട് പറഞ്ഞ ഡി 5 ആണ്. അത് തെറ്റിപ്പോയി. ഡി റോ ഡി 5 ഡി തീറ്റ. ഡി റോ ഡി 5 ഡി തീറ്റ. മിഡിലായിട്ട് വന്നത് ഡി 5 ആണ്. 5 വേരീസ് ഫ്രം 0 to π/2. അത് മിഡിൽ. തീറ്റ എന്താണ്? തീറ്റ നമ്മൾ എഴുതി കഴിഞ്ഞു. 5 എഴുതി കഴിഞ്ഞു. റോ ആണ് ഏറ്റവും ഇന്നർ. അപ്പൊ എന്ത് വരും? റോ വേരീസ് ഫ്രം 0 to 2. കണ്ടോ, ഇത്രയും ലെങ്തി ആയിട്ട് വരും. തെറ്റാൻ സാധ്യത കൂടുതലുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. നമ്മൾ ലിമിറ്റ് ഒക്കെ എഴുതി കഴിഞ്ഞല്ലോ. ഇത് നാല് ചെയ്യുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to π/2 ഇന്റഗ്രൽ 0 to 2 റോ സ്ക്വയർ കോസ് സ്ക്വയർ 5 റൂട്ട്. ഇതിനകത്തുനിന്ന് കുറച്ചൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഈ രണ്ട് ടേമിലൊന്നും നമുക്ക് എല്ലാ ടേമിലൊന്നും ഒരു റോ സ്ക്വയർ വെളിയിലാക്കാം അല്ലേ? എല്ലാ ടേമിലൊന്നും ഒരു റോ സ്ക്വയർ വെളിയിലാക്കാം. ആ റോ വെളിയിൽ വരുമ്പോൾ വെറും റോ ആണ് വെളിയിൽ വരുന്നത്. അപ്പൊ ഈ റോ സ്ക്വയർ റോ ക്യൂബ് ആവും അല്ലേ? എല്ലാ ടേമിലൊന്നും ഒരു റോ സ്ക്വയർ വെളിയിലാക്കാം. ആ റോ സ്ക്വയർ റൂട്ട് കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ വെറും റോ ആണ് വരുന്നത്. റോ സ്ക്വയർ ഇൻറ്റു റോ റോ ക്യൂബ് കോസ് സ്ക്വയർ 5. അപ്പൊ നമ്മുടെ റോ പൊയ്ക്ക് കഴിഞ്ഞു. ഇനി ഈ രണ്ട് ടേം നോക്കി നോക്ക്. നമുക്ക് സൈൻ സ്ക്വയർ 5 വെളിയിലെടുക്കാം. സൈൻ സ്ക്വയർ 5 വെളിയിലെടുത്താൽ ബാക്കി എന്താണ്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് അവിടുത്തെ റോ സ്ക്വയർ പൊയ്ക്ക് കഴിഞ്ഞു കോസ് സ്ക്വയർ 5. പിന്നെ റോ സ്ക്വയർ സൈൻ 5 ഡി റോ ഡി 5 ഡി തീറ്റ. ഇത്രയല്ലേ വരുന്നത്? അതായത് ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to π/2 ഇന്റഗ്രൽ 0 to 2 റോ ക്യൂബ് കോസ് സ്ക്വയർ 5. എന്താണ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? 1 ആണ്. അപ്പൊ എന്ത് വരും? റൂട്ട് സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 എന്ന് വരും. എന്താണ് സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5? വീണ്ടും 1 ആണ്. അപ്പൊ ഈ റൂട്ട് മൊത്തം എന്താണ് വാല്യൂ ഉള്ളൂ? 1 എന്നുള്ള വാല്യൂ മാത്രമേ ഉള്ളൂ അല്ലേ? 1 ആണ്. പിന്നെ വരുന്നത് ഇതാ വെളിയിൽ കിടക്കുന്ന ഒരു റോ സ്ക്വയർ സൈൻ 5 ഡി റോ ഡി 5 ഡി തീറ്റ. അതായത് ഇവിടെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പൊ ബാക്കി വരുന്ന റൂട്ട് സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5. സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 1 ആണ്. അപ്പൊ റൂട്ട് 1 അപ്പൊ ഇൻറ്റു 1 എന്നേ ഉള്ളൂ. അപ്പൊ റോ ക്യൂബ് കോസ് സ്ക്വയർ 5 ഇൻറ്റു റോ സ്ക്വയർ സൈൻ 5 ഡി റോ ഡി 5 ഡി തീറ്റ. ഇനി എന്ത് വരും? ലെങ്തി ആയതുകൊണ്ട് തെറ്റാൻ വളരെ ചാൻസ് ഉള്ളതാണ്. സ്പെറിക്കൽ എന്ന് ചോദിച്ചാൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല. ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to π/2 ഇന്റഗ്രൽ 0 to 2 റോ ക്യൂബും റോ സ്ക്വയറും കൂടെ റോ റൈസ് ടു 5. പിന്നെ ഒരു കോസ് സ്ക്വയർ 5 സൈൻ 5 കോസ് സ്ക്വയർ 5 സൈൻ 5 ഡി റോ ഡി 5 ഡി തീറ്റ. ഇത്രയും വന്നു. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? റോക്കാണ് ചെയ്യേണ്ടത്. റോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ കോസ് സ്ക്വയർ 5 സൈൻ 5 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to π/2 ഇവിടെയുള്ള കോസ് സ്ക്വയർ 5 സൈൻ 5 കോൺസ്റ്റന്റ് ആണ്. റോ റൈസ് ടു 5ന് റോ റൈസ് ടു 6/6 ലിമിറ്റ് 0 to 2. പിന്നെ ഒരു d5 d തീറ്റയും കൂടെ ഉണ്ട്.
അതായത് ആ 1/6 കിടക്കട്ടെ 0 to 2π 0 to π/2 cos square 5 sin 5 എന്താണ് ലിമിറ്റ് കൊടുക്കുമ്പോൾ 2/6 അപ്പൊ എന്ത് വരും 2/6/6 പിന്നെ ഒരു d5ഉം d തീറ്റയും വരും. ഇത്രയല്ലേ ഉള്ളൂ. 2/6 എന്ന് പറയുമ്പോൾ എന്താണ് ഒരു 2 താഴെയായിട്ട് വെട്ടിപ്പോകും. അപ്പൊ 2/5 എന്ന് വരും. 2/5 എത്രയാണ് 2, 4, 8, 16, 32. 2/5 32. അപ്പൊ 32/3 വെളിയിൽ വരും. വെളിയിൽ വന്നിട്ട് ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to π/2 പിന്നെ വരുന്നത് എന്താണ് cos square 5 sin 5 d5 d തീറ്റയാണ്. cos square 5 sin 5 d5 d തീറ്റ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് d5ന്റെ ഇന്റഗ്രേഷൻ ആണ്. ഈ പോർഷൻ എന്താണ് d5 ചെയ്യേണ്ടത്? ഇവിടെ ഉള്ളത് ഇന്റഗ്രൽ 0 to π/2 cos square 5 sin 5 d5 ആണ്. എന്ത് ചെയ്താലേ പറ്റുള്ളൂ? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡേ പറ്റുള്ളൂ. എന്താണ് ഈ cos square 5ക്ക് നമുക്ക് t എന്ന് കൊടുക്കാം. cos square 5ക്ക് t എന്ന് പുട്ട് ചെയ്യാം. ഡെറിവേറ്റീവ് എടുക്കുമ്പോഴോ 2 cos 5 cos square 5 അല്ല കോസിന് നമുക്ക് t എന്ന് കൊടുക്കാം. കോസിന് നമുക്ക് t എന്ന് കൊടുക്കാം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ് മൈനസ് sin 5 d5 ഈക്വൽ ടു dt എന്ന് കിട്ടും. അപ്പൊ dt എന്താണ് dtക്ക് പകരം മൈനസ് sin 5 d5 അതൊന്ന് മാറ്റം എന്ത് വരും 32/3 ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ. ഇനി ലിമിറ്റ് 0 to π/2 അല്ല, ഇത് 5ന്റെ ലിമിറ്റ് ആണ്. നമ്മൾ ടിയിലോട്ട് മാറ്റിയില്ലേ? അപ്പൊ എന്ത് വരും cos square 5 എന്ന് പറയുമ്പോൾ t സ്ക്വയർ sin 5 d5 എന്ന് പറയുന്നത് മൈനസ് dt d തീറ്റ. ഇന്റഗ്രേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് 5ലോട്ട് മാറിയിട്ട് മാത്രം ഈ 0 to π/2 കൊടുത്താൽ മതി. ആദ്യമേ കൊടുക്കണ്ട. അല്ലെങ്കിൽ എന്താണ് നമ്മൾ പുതിയ ലിമിറ്റ് കണ്ടുപിടിക്കണം. അതിനേക്കാൾ എളുപ്പം എന്താണ് ഇന്റഗ്രേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് 5ലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം ഈ 0 to π/2 എന്നുള്ള ലിമിറ്റ് കൊടുക്കുക. അപ്പൊ എന്തായി ഒരു 32/3 വെളിയിലുണ്ട്. ഇന്റഗ്രൽ 0 to 2π ഉണ്ട്. ഇന്റഗ്രൽ ഒരു മൈനസ് ഉള്ള വെളിയിലാക്കി. എന്താണ് ഇന്റഗ്രൽ ഓഫ് t സ്ക്വയർ dt t³/3 പിന്നെ ഒരു d തീറ്റയും കൂടെ ഉണ്ട്. ചെയ്യുമ്പോൾ എന്ത് വരും? മുകളിലോട്ട് ചെയ്യാം. അതായത് ഈ 3 കൂടെ വെളിയിൽ വരും. മൈനസ് 32/9 ഇന്റഗ്രൽ 0 to 2π. നമ്മൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞപ്പോഴാണ് ഈ t³/3 കിട്ടിയത്. അപ്പൊ ഈ ഇന്റഗ്രേഷൻ വേണ്ടല്ലോ. ഇനി എന്താണ് ഈ t³ എന്ന് പറഞ്ഞാൽ? t എന്ന് പറഞ്ഞാൽ cos 5 ആണ്. അപ്പൊ t³ cos³ 5 ആണ്. ലിമിറ്റ് എന്താണ്? ലിമിറ്റ് ഇനി 5ന്റെ ലിമിറ്റ് ഉണ്ട് 0 to π/2. അത് മറക്കാതെ കൊടുക്കണം. കണ്ടോ? 5ലോട്ട് ആയതിനു ശേഷം നമ്മൾ ആ 5ന്റെ ലിമിറ്റ് മറക്കാതെ കൊടുക്കുകയാണ് 0 to π/2. ഇനി ഒരു d തീറ്റയും കൂടെ ഉണ്ട്. അപ്പൊ എന്ത് വരും? മൈനസ് 32/9 ഇന്റഗ്രൽ 0 to 2π ലിമിറ്റ് കൊടുക്കുമ്പോഴേ cos³ π/2 മൈനസ് cos³ 0 d തീറ്റ. എന്താണ് cos π/2? cos π/2 പറഞ്ഞാൽ cos 90 ആണ്. cos 90 എന്താണ്? 0 ആണ്. cos 0 ആണ് 1. അപ്പൊ എന്ത് വരും? മൈനസ് 32/9 ഇന്റഗ്രൽ 0 to 2π 0 മൈനസ് 1 d തീറ്റ അല്ലേ? ഇത് വെളിയിൽ എടുക്കുമ്പോഴത്തേക്ക് 32/9 എന്താണ് ഇന്റഗ്രൽ ഓഫ് d തീറ്റ? വെറും തീറ്റയാണ്. ലിമിറ്റ് 0 to 2π ആണ്. ആ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 32/9 ഇൻറ്റു 2π മൈനസ് 0 ആണ്. അതായത് 64/9π എന്ന് കിട്ടും. ഓക്കെ ആണ്? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് യൂസ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ടു ഇവാലുവേറ്റ്. സ്പെറിക്കൽ കോർഡിനേറ്റ്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ കൊടുക്കും? എക്സിന് പകരം റോ സൈൻ 5 കോസ് തീറ്റ, വൈക്ക് പകരം റോ സൈൻ 5 സൈൻ തീറ്റ, ഇസഡിന് പകരം ഇസഡിന് എന്താണ്
റോ കോസ് ഫൈ. നമ്മുടെ ഡി ഇസെറ്റ് ഡി വൈ ഡി എക്സിന് പകരം റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ ഇത്രയും കൊടുക്കുന്നു. അപ്പൊ ഇനെന്താണ് നമുക്ക് വേണ്ട ലിമിറ്റ് ഏതൊക്കെയാണ്? റോയ്ക്കും ഫൈവിനും തീറ്റയ്ക്കുള്ള ലിമിറ്റ് വേണം. ഇവിടെ നോക്കി നോക്ക്, ഇതെല്ലാം -2 -2 -2 -2 പ്ലസ് അല്ലേ? അങ്ങനെ വരുമ്പോ എന്താണ്? ഇതിപ്പം എന്താണ് ഇവിടെ വരുന്നത്? ഇസെറ്റ് ഈക്വൽ ടു, ഇതൊരു ഫുൾ സ്പിയർ വരും. ഇസെറ്റ് ഈക്വൽ ടു എന്താണ്? ഇസെറ്റ് ഈക്വൽ ടു -√9 - x² - y². അതുപോലെ ഇസെറ്റ് ഈക്വൽ ടു √9 - x² - y². അപ്പൊ എന്താണ്? ഇസെറ്റ് സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് 9 - x² - y² എന്ന് കിട്ടും. അതായത് x² + y² + z² ഈക്വൽ ടു 9 എന്ന് കിട്ടും. ഇവിടെ നിന്ന് അത് തന്നെയാണ്. ഇവിടെ നിന്ന് x² + y² + z² ഈക്വൽ 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 0 0 സെന്റർ ആയിട്ട് വരുന്ന 3 റേഡിയസ് ആയിട്ട് വരുന്ന ഒരു സ്പിയർ ആണ്, ഒരു ഗോളം. അർദ്ധഗോളമല്ല, ഫുൾ സ്പിയർ വരും. ഇറ്റ് ഈസ് എ സ്പിയർ. സ്പിയർ ആണെങ്കിൽ എന്താണ്? സ്പിയർ ആണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കുക, ഫൈ വേരീസ് ഫ്രം 0 to π. ഹെമിസ്ഫിയർ ആണെങ്കിൽ ഫൈ വേരീസ് ഫ്രം 0 to π/2. ഹെമിസ്ഫിയർ ആണെങ്കിൽ ഫൈ വേരീസ് ഫ്രം 0 to π/2 ഒന്ന് ഓർത്തിരിക്കുക. കോൺ ആണെങ്കിൽ ഫൈ വേരീസ് ഫ്രം 0 to π/4. ഇത് മൂന്നൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും ഈ ലിമിറ്റ്. അത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമല്ല. നമ്മളെന്താണ് സ്പിയറിന് എന്താണ്? ഫൈ വേരീസ് ഫ്രം 0 to π ബൈ ഹാർട്ട് ആക്കിയിരിക്കുക. ഹെമിസ്ഫിയറിന് ഫൈ വേരീസ് ഫ്രം 0 to π/2. കോൺ ആണെങ്കിൽ ഫൈ വേരീസ് ഫ്രം 0 to π/4. ഇവിടെ എന്താണ്? ഒരു സ്പിയർ കംപ്ലീറ്റ് വരുന്നുണ്ട്. അപ്പൊ ഫൈ വേരീസ് ഫ്രം 0 to π. അപ്പൊ ഫൈയുടെ കാര്യമായി. ബാക്കി ഇനി എന്താണ് വരുന്നത്? ഇവിടെ നമ്മൾ അടുത്ത ലിമിറ്റ് എന്താണ്? y ഈക്വൽ ടു, പക്ഷെ ഇത് y ശരിയല്ല അല്ലേ? വൈയും അപ്പൊ എന്താണ്? അവിടെ വരേണ്ടത് ശരിക്കും dx ആണ്. ഇവിടെ വരേണ്ടത് dx ആണ്, വെളിയിലാണ് dy വരേണ്ടത്. കണ്ടോ, ക്വസ്റ്റ്യൻ അറേഞ്ച്മെന്റ് വേണ്ടി ഒന്നാണ്. കാരണം എക്സിനാണ് വൈയിലെ ലിമിറ്റ്, വൈക്ക് എക്സിലെ ലിമിറ്റ് ആണ് വരേണ്ടത്. അപ്പൊ അവിടെ വൈ വരില്ല, തിരിച്ച് എക്സ് ആണ് വരേണ്ടത്. അപ്പൊ എന്ത് വരും? എക്സ് ഈക്വൽ ടു -√9 - y²ഉം എക്സ് ഈക്വൽ ടു √9 - y² ആണ്. അപ്പൊ x² ഈക്വൽ ടു 9 - y² എന്ന് വരും. അപ്പൊ എന്താണ്? x² + y² ഈക്വൽ 9 എന്നാണ്. അതുപോലെ ഇതും -3 to y ഈക്വൽ ടു -3 to +3 ആണ്. അപ്പൊ അതെന്താണ്? 0 0 സെന്റർ വരുന്ന ഒരു ഫുൾ സർക്കിളും വരും. ഒരു ഫുൾ സർക്കിൾ ഇതെന്താണ്? x² + y² ഈക്വൽ 9 എന്ന് പറയുമ്പോൾ 0 0 സെന്റർ ആയിട്ട് വരുന്ന 3 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്? റേഡിയസ് r വേരീസ് ഫ്രം 0 to 3 ആണ്. തീറ്റ വേരീസ് ഫ്രം 0 to 2π. അപ്പൊ എല്ലാ ലിമിറ്റും കിട്ടിയല്ലോ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇതെന്ന് പറഞ്ഞാൽ 0 0 0 സെന്റർ വരുന്ന ഒരു സർക്കിളാണ്. x² + y² ഈക്വൽ ടു 9 എന്ന് പറയുമ്പോൾ 0 0 0 സെന്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിളാണ്. അപ്പൊ റേഡിയസ് വേരീസ് ഫ്രം 0 to 3. തീറ്റ എങ്ങനെയാണ്? 0-ൽ നിന്ന് കറങ്ങി തിരിച്ച് 2π വരെയാണ്. കണ്ടോ, 0-ൽ തിരിഞ്ഞ് 2π വരെയാണ്. അപ്പൊ തീറ്റ വേരീസ് ഫ്രം 0 to 2π. എല്ലാ ലിമിറ്റും കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി അത് എങ്ങനെ മാറുമെന്ന് നോക്കാം. ലെങ്തി ആയിട്ട് വരും. ശ്രദ്ധയോടെ ചെയ്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി? ട്രിപ്പിൾ ഇന്റഗ്രൽ. പുതിയ ലിമിറ്റ് വരും. ലിമിറ്റ് ഇപ്പൊ ഈ ലിമിറ്റ് കൊടുക്കണ്ട. റൂട്ട് എക്സിന് എന്താണ്? എക്സിന് റോ സൈൻ ഫൈ കോസ് തീറ്റ. അപ്പൊ x² എന്താണ്? റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് y²ന് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് z²ന് റോ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ അല്ലേ? ഇനി എന്ത് വേണം? നമ്മുടെ dz dy dx പകരം എന്ത് കൊടുക്കണം? റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ അല്ലേ? റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ ഇത്രയും കൊടുക്കണം. ഔട്ടർ ലിമിറ്റ് വരുന്നത് തീറ്റയാണ്. തീറ്റയ്ക്ക് 0 to 2π. നടുക്ക് വരുന്നത് 5 ആണ്. 5 എന്താണ്? 0 to π ആണ്. 0 to π. ഇന്നർ ആയിട്ട് വരുന്നത് ഡി റോ ആണ്. റോയ്ക്ക് 0 to 3. അപ്പൊ ഇന്റഗ്രൽ 0 to 2π
ഇന്റഗ്രൽ 0 to പൈ ഇന്റഗ്രൽ 0 to 3 റൂട്ട്. എല്ലാത്തിലൊന്നും ഒരു റോ സ്ക്വയർ വെളിയിൽ എടുക്കാമല്ലോ. ആ റോ സ്ക്വയർ വെളിയിൽ വരുമ്പോൾ എന്താണ്, റോ ആണ് വെളിയിൽ വരുന്നത്. ഈ റോ സ്ക്വയർ കൂടെ ചേർക്കുമ്പോഴത്തേക്ക് റോ ക്യൂബ് ഒന്ന് വരും. റോ ക്യൂബ് എല്ലാത്തിലൊന്നും ഒരു റോ സ്ക്വയർ വെളിയിലാക്കാം. ആ റോ സ്ക്വയർ റൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ റോ ആവും. പിന്നെ ആ റോ സ്ക്വയർ കൂടെ വരുമ്പോൾ റോ ക്യൂബ്. ഇനി വരുന്നത് ഇവിടെ എന്താണ്, നമുക്കൊരു ഈ രണ്ട് ടേം എടുക്കുമ്പോഴത്തേക്ക് സൈൻ സ്ക്വയർ 5 വെളിയിലെടുക്കാം. സൈൻ സ്ക്വയർ 5 വെളിയിലെടുത്താൽ എന്താണ് അകത്ത് വരുന്നത്, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. പിന്നെ ഒരു കോസ് സ്ക്വയർ 5 കൂടെ ഉണ്ട്. പിന്നെ എന്താ, റോ സ്ക്വയർ എടുത്തു കഴിഞ്ഞു. സൈൻ 5 ഡി റോ d5 d തീറ്റ ഇതും കൂടെ അല്ലേ. അതായത് ഇന്റഗ്രൽ 0 to 2 പൈ ഇന്റഗ്രൽ 0 to പൈ ഇന്റഗ്രൽ 0 to 3 റോ ക്യൂബ്. ഇതാ കിടക്കുന്ന സൈൻ 5. ഇനി ഇതെന്താവും, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊരു റൂട്ട് സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5. സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 1 ആണ്. അപ്പൊ റൂട്ട് 1 അത് വെറും 1 ഉള്ളൂ. അപ്പൊ ഇത്രയും സംഭവം വെറും 1 മാത്രമേ ഉള്ളൂ. 1 എന്നാണ് ഇത് വാല്യൂ. പിന്നെ ഉള്ളത് ആ സൈൻ 5 എടുത്തു കഴിഞ്ഞു. ഡി റോ d5 d തീറ്റ കണ്ടോ. ഇപ്പൊ ഒരു ചെറിയ ഇന്റഗ്രേഷൻ ആയി. ആ വലുതായിട്ട് വരുന്ന സംഭവമാണ് ഈ വളരെ ചെറുതായിട്ട് കിട്ടിയത്. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. ഇപ്പൊ നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഡി റോയുടെ ഇന്റഗ്രേഷൻ ചെയ്യാൻ ആദ്യം. അപ്പൊ ഇന്റഗ്രൽ 0 to 2 പൈ ഇന്റഗ്രൽ 0 to പൈ. ഇവിടെ ഡി റോക്ക് ചെയ്യുമ്പോൾ സൈൻ 5 ആണ് കോൺസ്റ്റന്റ്. സൈൻ 5 ഇൻറ്റു റോ ക്യൂബ് എന്താണ്, ഇന്റഗ്രൽ റോ റൈസ് ടു 4/4 ലിമിറ്റ് 0 to 3. പിന്നെ വരുന്ന d5 d തീറ്റ ഇതല്ലേ. അതായത് ഇന്റഗ്രൽ 0 to 2 പൈ ഇന്റഗ്രൽ 0 to പൈ സൈൻ 5 എന്താണ്, റോ റൈസ് ടു 4 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 3 റൈസ് ടു 4. 3 റൈസ് ടു 4 എന്താണ്, 3 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ 81/4 എന്നാണ്. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 0 തന്നെയാണ് വരുന്നത്. പിന്നെ d5 d തീറ്റയും കൂടെ വരും അല്ലേ. നമുക്ക് ആ 81/4 വെളിയിലാക്കാം. 81/4 കോൺസ്റ്റന്റ് അല്ലേ. ഇന്റഗ്രൽ 0 to 2 പൈ ഇന്റഗ്രൽ 0 to പൈ സൈൻ 5 d5 d തീറ്റ. എന്താണ് ഇന്റഗ്രൽ ഓഫ് സൈൻ 5 മൈനസ് കോസ് 5 ആണ്. അപ്പൊ എന്ത് വരും, ഒരു 81/4 വെളിയിലുണ്ട്. ഇന്റഗ്രൽ 0 to 2 പൈ ഉണ്ട്. സൈൻ 5 മൈനസ് കോസ് 5 ലിമിറ്റ് 0 to പൈ പിന്നെ ഒരു d തീറ്റയും കൂടെ വരും അല്ലേ. ഇനി ഇത് ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും, ആ മൈനസിന് വെളിയിലെടുക്കാം. മൈനസ് 81/4 ഇന്റഗ്രൽ 0 to 2 പൈ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് പൈ മൈനസ് ലോവർ ലിമിറ്റ് വരുമ്പോൾ കോസ് 0 d തീറ്റ ഇതല്ലേ. അതായത് മൈനസ് 81/4 ഇന്റഗ്രൽ 0 to 2 പൈ എന്താണ്, കോസ് പൈ. കോസ് 180 മൈനസ് 1 ആണ്. കോസ് 180 മൈനസ് 1 കോസ് 0 1 d തീറ്റ. മൈനസ് 1 മൈനസ് 1 മൈനസ് 2 ആണ് വരുന്നത്. മൈനസ് 2 കൂടെ വെളിയിൽ വരുമ്പോൾ എന്താണ്, അതായത് മൈനസ് 81/4 ഉണ്ട്. ഒരു മൈനസ് 2 കൂടെ വെളിയിൽ വരും. പിന്നെ ഇന്റഗ്രൽ 0 to 2 പൈ d തീറ്റ മാത്രമേ ഉള്ളൂ. ഇതെന്താണ്, ഇവിടെ 2 വരും. 81/2 ഇന്റഗ്രൽ ഓഫ് d തീറ്റ വെറും തീറ്റയാണ്. ലിമിറ്റ് 0 to 2 പൈ കൊടുക്കുമ്പോൾ എന്ത് വരും, 81/2 ഇൻറ്റു 2 പൈ എന്ന് വരും. 2 വെട്ടിക്കളഞ്ഞാൽ 81 പൈ എന്ന് കിട്ടും കണ്ടോ. ഓക്കെ. Next question is given. Use spherical coordinates to find the volume of the solid G bounded by the sphere and below by the cone. അപ്പൊ കോൺ വരുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, കോൺ വരുമ്പോഴേ 5 varies from 0 to π/4 ആണെന്ന് ബൈ ഹാർട്ട് ആക്കി വെച്ചിരിക്കാൻ പറഞ്ഞായിരുന്നു. കോൺ വരുമ്പോഴേ 5 varies from 0 to π/4 ഇതൊന്ന് കണ്ടുപിടിച്ച് വേണമെങ്കിൽ എടുക്കാം. അതായത് എന്തൊക്കെ പറയുന്നുണ്ട്, ഇതിനെ സ്പെറിക്കലിലോട്ട് മാറ്റുക എന്ന് പറയുന്നുണ്ട്. ഇതെന്താണ്, x² പ്ലസ് y² പ്ലസ് z² ഈക്വൽ ടു 16 എന്ന് പറയുമ്പോൾ എന്താണ്, 0 0 0 സെന്റർ ആയിട്ട് 4 റേഡിയസ് ആയിട്ട് വരുന്ന ഒരു സ്പിയർ ആണ്. ഒരു സ്പിയറും പിന്നെ ആ കോണും കൂടെ വരുന്ന ഒരു റീജിയൻ ആണ് വരുന്നത്. അപ്പൊ ഈ സ്പിയറിനകത്ത് എന്താണ്, ഇതിന്റെ അർത്ഥം എന്താണ്, റേഡിയസ് 16 ആണ്, റോ സ്ക്വയർ 16 ആണ്.
അപ്പൊ റോ എന്താണ്? റോ വേരീസ് ഫ്രം 0 to 4 ആണ്. റോ വേരീസ് ഫ്രം 0 to 4 ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? നമുക്കറിയാം z ഈക്വൽ ടു റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്നാണ്. നമ്മൾ z എന്താണ് നോക്കുന്നത്? നമ്മൾ സിലിണ്ടറിലോട്ട് സ്പെറിക്കലോട്ട് കൊടുക്കുമ്പോൾ എക്സിന് റോ സൈൻ ഫൈ സൈൻ തീറ്റ, വൈക്കോ അല്ല കോസ് തീറ്റ. വൈക്ക് എന്താണ്? റോ സൈൻ ഫൈ സൈൻ തീറ്റ. ഇസഡിന് റോ കോസ് ഫൈ. ഡി ഇസഡ് ഡി വൈ ഡി എക്സിന് റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഇത്രയും കൊടുക്കണം. അപ്പൊ എന്താണ്? റോ എന്ന് പറഞ്ഞ 0 to 4 ആണ്. അത് കഴിഞ്ഞാൽ വരുന്നത് ഒരു സർക്കിൾ ആണ്. അതായത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയും 16 എന്ന് പറഞ്ഞ സർക്കിൾ ആണ്. അപ്പൊ എന്താണ്? തീറ്റ വേരീസ് ഫ്രം 0 to 2 പൈ ആണ്. ഇനി എന്തുകൂടെ ഉണ്ട്? നമ്മുടെ റോ എന്ന് പറയുന്നത് റോ അവിടെ നടക്കുന്നത് 0 to 4. റോ 0 to 4 ആണ്. ഇനി എന്താണ്? ആൻഡ് ബിലോ ബൈ ദ കോൺ z ഈക്വൽ ടു റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ്. അപ്പൊ 0 എന്താ? 5 വേരീസ് ഫ്രം 0 to π by 4. 3 ലിമിറ്റ് കിട്ടി കഴിഞ്ഞു. കണ്ടോ? റോ വേരീസ് ഫ്രം 0 to 4 ആണ്. തീറ്റ വേരീസ് ഫ്രം 0 to 2 പൈ ആണ്. 5 വേരീസ് ഫ്രം 0 to π by 4. ഇവിടെ ഒരു കോൺ വരുന്നെങ്കിൽ 5 വേരീസ് ഫ്രം 0 to π by 4 ആണ്. സ്പിയർ ആണെങ്കിൽ 0 to π ആണ്. ഹെമി സ്പിയർ ആണെങ്കിൽ 0 to π by 2 ആണ്. ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 5 വേരീസ് ഫ്രം 0 to π by 4. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയമാണ്. വോളിയത്തിന്റെ ഫോർമുല എന്താണ്? ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി. വോളിയത്തിന്റെ ഫോർമുല ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി. അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി എന്താണ്? ഡി ഇസഡ് ഡി വൈ ഡി എക്സ്. അതിന് പകരം റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. അപ്പൊ തീറ്റയാണ് ഔട്ടർ. തീറ്റയുടെ ലിമിറ്റ് 0 to 2 പൈ ആണ്. റോ ആണ് അകത്ത് വരുന്നത്. റോയിലത് 0 to 4 ആണ്. ഫൈ ആണ് മിഡില്. 0 to π by 4 മിഡില്. ഈ ഓർഡർ മാറാൻ പാടില്ല. ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഇന്റഗ്രൽ 0 to 2 പൈ, ഇന്റഗ്രൽ 0 to π by 4. പിന്നെ എന്ത് വന്നു? നമ്മൾ ആദ്യം ഈ ഡി റോക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ സൈൻ ഫൈ കോൺസ്റ്റന്റ് ആണ്. സൈൻ 5 ഇൻറ്റു റോ സ്ക്വയർ എന്താണ്? റോ ക്യൂബ് ബൈ 3 എന്ന് വരും. ലിമിറ്റ് 0 to 4. പിന്നെ ഒരു ഡി ഫൈ ഡി തീറ്റയും കൂടെ ഉണ്ട്. ആ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? ഇന്റഗ്രൽ 0 to 2 പൈ, ഇന്റഗ്രൽ 0 to π by 4. നമുക്ക് ആ 1 by 3 വെളിയിലാക്കാം. ഒരു സൈൻ 5 ഉണ്ട്. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? 4 ക്യൂബ്. 4 ക്യൂബ് എന്താണ്? 64. പിന്നെ ഉള്ളത് ഡി ഫൈ ഡി തീറ്റയാണ് അല്ലേ? അതായത് നമുക്ക് ആ 64 by 3 വെളിയിലാക്കാം. ഇന്റഗ്രൽ 0 to 2 പൈ. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? സൈൻ ഫൈ ഡി ഫൈ ആണ്. എന്താണ് ഇന്റഗ്രൽ ഓഫ് സൈൻ ഫൈ? മൈനസ് കോസ് ഫൈ ആണ്. മൈനസ് കോസ് ഫൈ. ലിമിറ്റ് എന്താണ്? 0 to π by 4. പിന്നെ ഒരു ഡി തീറ്റയും കൂടെ ഉണ്ട് അല്ലേ? നമ്മൾ ഡി ഫൈവ് ചെയ്ത് കഴിഞ്ഞു. 64 വെളിയിലാക്കി. സൈൻ ഫൈവിന് മൈനസ് കോസ് ഫൈവ്. ലിമിറ്റ് 0 to π by 4 ആണ്. അപ്പൊ മൈനസ് 64 by 3. ഇന്റഗ്രൽ 0 to 2 പൈ. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് കോസ് π by 4 മൈനസ് കോസ് 0. പിന്നെ ഒരു ഡി തീറ്റയും കൂടെ ഉണ്ട്. എന്താണ് കോസ് π by 4? കോസ് 45 ഡിഗ്രി 1 by √2 ആണ്. മൈനസ് 64 by 3 ഉണ്ട്. 0 to 2 പൈ ഉണ്ട്. ഇത് 1 by √2 ആണ്. മൈനസ് കോസ് 0 1 ആണ്. ഡി തീറ്റ. ഇതും കൂടെ വെളിയിലാക്കുമ്പോഴത്തേക്ക് മൈനസ് 64 by 3 ഇൻറ്റു 1 by √2 മൈനസ് 1. ഇന്റഗ്രൽ ഓഫ് ഡി തീറ്റ എന്താണ്? വെറും തീറ്റയാണ്. ലിമിറ്റ് 0 to 2 പൈ അല്ലേ? ഈ മൈനസ് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതൊന്ന് തിരിച്ചിട്ടാൽ മതി. അതായത് 64 by 3 ഇൻറ്റു 1 മൈനസ് 1 by √2. ആ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 പൈ. ഇതല്ലേ?
ഇനി ഇതിനെന്ത് എഴുതാം? 64/3 ഇൻറ്റു 2π. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം? ആഡ് ചെയ്ത് എങ്ങനെ എഴുതാം? √2 മൈനസ് 1/√2 എന്ന് എഴുതാം. കണ്ടോ? ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് √2 ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. √2 മൈനസ് 1/√2 എന്ന് വരും. അപ്പൊ എന്താണ്? 64/3 ഒരു പൈ ഉണ്ട്, √2 മൈനസ് 1 ഉണ്ട്. എന്താണ് 2/√2? 2/√2 എന്താണ്? 2/√2 എന്ന് പറയുമ്പോൾ √2 ആണ്. √2 ഇതാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ആണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോഴത്തേക്ക് വരുന്നത് കോൺ വരുമ്പോഴാണ് നമുക്ക് 5 varies from 0 to π/4 എന്ന് പറയുന്നത്. ഇവിടെ സ്ഫിയർ വരുന്നുണ്ട്, പക്ഷെ അതിന്റെ ബിലോ ബൈ ദ കോൺ വരുന്നുണ്ട്. 5 ഒന്ന് ബൈ ഹാർട്ട് ആക്കിയിരിക്കുക. അതൊന്ന് കുറച്ചുകൊണ്ടൊന്ന് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് 64/3π ആ റൂട്ടും കൂടെ അകത്തോട്ട് കയറി വരും. √2 ഇൻറ്റു √2 2 മൈനസ് √2 ഇങ്ങനെ കിട്ടും. കണ്ടോ? ഈ √2 കൂടെ ഒന്ന് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് 64/3π ഇൻറ്റു 2 മൈനസ് √2 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, താങ്ക് യു. ഇവിടെ ഈ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ഒരു ഫുൾ സ്പിയർ ആണ് വരുന്നതെങ്കിൽ, ഒരു സ്പിയർ ആണെങ്കിൽ 5 varies from 0 to π ആണ്. ഹെമിസ്ഫിയർ ആണെങ്കിൽ 5 varies from 0 to π/2 ആണ്, മറക്കരുത്. കോൺ ആണെങ്കിൽ 5 varies from 0 to π/4 ആണ്. എന്ത് തന്നെ ആയാലും ഇതെന്താണ്? ഇതിന്റെ അർത്ഥം എന്താണ്? റോ സ്ക്വയർ ഈക്വൽ ടു 16 എന്നാണ്. അപ്പൊ റോ ഈക്വൽ ടു ആ റേഡിയസ് വേണം അത് 0 to ആ വാല്യൂ വരാൻ. അപ്പൊ ഇവിടെ എന്ത് വരും? റോ വേരീസ് ഫ്രം 0 to 4. തീറ്റ എല്ലാ ക്വസ്റ്റ്യനിലും 0 to 2π ആണ്. തീറ്റ എന്ന് പറയുന്നത് 0 to 2π. ഓക്കെ, താങ്ക് യു.